സിനിമ ആസ്വാദകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന എമ്പുരാൻ സിനിമയുടെ റിലീസ് ദിവസം തന്നെ കാണാൻ ഹാഫ് ഡേ ലീവ് അനുവദിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ എസ്തെറ്റ് ക്രിയേഷൻസ്. അവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. മാർച്ച് 27-ന് റിലീസാവാനിരിക്കുന്ന എമ്പുരാന് വേണ്ടി ഒരു ദിവസം ഹാഫ് ഡേ ലീവ് കൊടുത്തിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു കമ്പനി. ആ 27-ാം തീയതി രാവിലെ മുതൽ ഉച്ചവരെ എസ്തെറ്റ് ക്രിയേഷൻസിലെ സ്റ്റാഫുകൾക്കെല്ലാം ഹാഫ് ഡേ ലീവാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കും കാണണത്രേ എമ്പുരാൻ ആദ്യ ഷോയിൽ തന്നെ. അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. നമുക്കൊന്ന് പോയി നോക്കാം. പണിത്തിരക്കിലാണല്ലേ എല്ലാവരും? വേഗം പണി തീർത്ത് നിങ്ങൾക്ക് സിനിമ കാണണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയാണോ? അതെ അതെ. ട്രെയിലർ ഉണ്ടായിരുന്നോ? കണ്ടു. എങ്ങനെയുണ്ട്? പ്രതീക്ഷകൾക്കൊത്ത് വന്നോ നിങ്ങൾ ഉദ്ദേശിച്ച ട്രെയിലർ? തീർച്ചയായിട്ടും വന്നു. ഈ ഒരു ദിവസം സാലറിയോടുകൂടി തന്നെ ഹാഫ് ഡേ ലീവ് കിട്ടുമ്പോൾ സന്തോഷമുണ്ടോ? പിന്നെ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ അവധി ആദ്യമായിട്ടായിരിക്കും അല്ലേ? അല്ല, നമ്മുടെ കമ്പനി ഇതിനു മുമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർത്തയായതിലെന്നേ ഉള്ളൂ, പക്ഷേ ഇതിനു മുമ്പും നമ്മുടെ കമ്പനി തന്നെ ഇതിനിങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ സിനിമയ്ക്ക് തന്നെ. ആണല്ലേ? ഈ കമ്പനി തന്നെ ടിക്കറ്റ് എടുത്ത് തരുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും അല്ലേ? ഉണ്ട്, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെ പോയി സിനിമ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക സന്തോഷം തന്നെ. നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനു മുമ്പ് ഇതേപോലെ പോയിട്ടുണ്ടോ? എങ്ങനെയാ? എല്ലാവരും പോയിട്ടുണ്ട്, പക്ഷേ അതുപോലെ നൈറ്റിലുള്ള ഷോയൊക്കെ കാണാൻ പോകാറുള്ളത്. ഇതുപോലെ ഇപ്പം കമ്പനി ഇതിന് മുന്നേ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അന്ന് ആ സമയത്ത് ഞാനിവിടെ അല്ല. ഞാനിപ്പോൾ അടുത്താണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ട്രെയിലറൊക്കെ കണ്ടിട്ട്? എന്തുണ്ട് ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ള അഭിപ്രായം? എങ്ങനെയുണ്ട്? നമുക്ക് ഇപ്പോൾ എമ്പുരാൻ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടേ ഹൈപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിലറും കൂടെ ഇറങ്ങിയപ്പോൾ ഹൈപ്പ് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പടം കാണുന്നവരെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ ഒരു ദിവസത്തെ പകുതി അവധി എന്നുള്ളത് എല്ലാ കമ്പനികളും പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. ഇതിങ്ങനെ കൊണ്ടുവന്ന മാനേജ്മെന്റിനോടൊരു പ്രത്യേക നന്ദി ഉണ്ടോ? എങ്ങനെയാ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെയാ? തീർച്ചയായും ഇത് ഇടയ്ക്കിടയ്ക്ക് ശീലമാക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് കമ്പനി തന്നെ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ പടങ്ങളും കാണാൻ പോകാറ്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ചിലപ്പം, കാരണം ഞങ്ങളുടെ ഓണേഴ്സ് രണ്ടുപേരാണെങ്കിലും കടുത്ത മോഹൻലാൽ ഫാൻസാണ്. അപ്പോൾ അവരിങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിൽ വന്നപ്പോൾ നമ്മളെല്ലാവരും സർപ്രൈസ്ഡായി. കൊള്ളാലോ എന്നൊരു ഇതിലേക്ക് വന്നു. സന്തോഷത്തിലാണ് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് കമ്പനി. സന്തോഷമെന്ന് വെച്ചാൽ ഒരു ദിവസത്തെ പകുതി അവധിയാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് എമ്പുരാൻ കാണാൻ വേണ്ടി മാത്രം. കൊച്ചിയിൽ നിന്നും അക്ഷയ്ക്കൊപ്പം ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.